വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്മീഷനിങ്ങും തുടർ നടപടികൾക്കുമുള്ള സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഒപ്പിട്ടു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുറമുഖ വകുപ്പും അദാനി പോർട്സുമാണ് കരാറിൽ ഒപ്പിട്ടത്. കമ്മീഷനിംഗ് തീയതി തീരുമാനിച്ചിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള BGF തുക ഗ്രാന്റായി തന്നെ ലഭിക്കാനുള്ള ഇടപെടലുകൾ തുടരുകയാണെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞു. 2019 പൂർത്തിയാക്കേണ്ട തുറമുഖം 2024 കമ്മീഷനിംഗ് ചെയ്യുന്നത് നിയമപരമാക്കുന്നതാണ് കരാറ്. പുതിയ വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തിയാണ് സപ്ലിമെന്ററി കരാർ ഒപ്പിട്ടത്. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028 പൂർത്തിയാക്കണം. 4 ഘട്ടവും പൂർത്തിയാക്കുന്നതിനാൽ 2033 മുതൽ അതനുസരിച്ചുള്ള വരുമാന വിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കും. ഏഷ്യയിൽ തന്നെ ഏറ്റവും ശേഷിയുള്ള സെമി ഓട്ടോമേറ്റ് പോർട്ടായി ഈ പോർട്ട് മാറിക്കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുകയാണ്. അവരുടെ കണക്കനുസരിച്ച് ഇതിൻ്റെ സ്ഥാപിത ശേഷി 45 ലക്ഷം വരെ ഉയരും. ഇതിൻ്റെ പൂർണ്ണഘട്ടം നിർമ്മാണം എത്തുമ്പോഴേക്കും ഇപ്പോൾ 30 ലക്ഷമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ കരാറനുസരിച്ച് പ്രതിപക്ഷം 10 ലക്ഷം കണ്ടെയ്നറായിരുന്നു അതിൻ്റെ സ്ഥാപിത ശേഷി. അപ്പോൾ എത്രയോ വലിയ രൂപത്തിലുള്ള മാറ്റം ഈ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് കൃത്യമായി അത് തിരിച്ചറിയേണ്ടത്. ഇതുവരെ ട്രയൽ റൺ സമയത്ത് തന്നെ 67 കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. തുറമുഖത്തിന്റെ സ്ഥാപിത ശേഷി 45 ലക്ഷം TU കണ്ടെയ്നറായി ഉയർത്താൻ കഴിയുമെന്നതാണ് പുതിയ സവിശേഷത. പഴയ കരാർ അനുസരിച്ച് പ്രതിപക്ഷം 10 ലക്ഷം കണ്ടെയ്നർ ആയിരുന്നു ശേഷി. പുതിയ കരാർ അനുസരിച്ച് സംസ്ഥാനം നൽകേണ്ട VGF ആദ്യഘട്ട തുകയായ 408.49 കോടി എന്നത് 365.10 കോടിയായി കുറച്ചു. ഇനി സ്വപ്ന തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനുള്ള കാത്തിരിപ്പാണ്. ജനം, തിരുവനന്തപുരം.